ഇഷ, ഞാൻ കഴിഞ്ഞ വർഷം കൊച്ചി പോയപ്പോ ഇതേപോലെ ഒരു പെയിന്റിംഗ് കണ്ടിട്ടുണ്ട്. അല്ല, നിനക്കെന്തിനാ ഇപ്പൊ ഇത്? നെക്സ്റ്റ് എഡിഷനിലേക്കുള്ള സ്റ്റോറി പ്ലാൻ ആണോ മോളെ? Your attention please. Train number 56382 Kayangulam, Ernakulam passenger via Alapi is... ഹലോ, എവിടാ നിൽക്കുന്നേ? ഞാൻ ഇവിടെ ആ ഒരുപാട് ലേറ്റ് ആയല്ലോ. ആ നമ്മുടെ റെയിൽവേ അല്ലേ? എന്തായി ഡേവിഡ്, ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയായിരുന്നോ? നിനക്കറിയാലോ, ഞാൻ ഈ ഇവിടെ വന്നിട്ടാകെ ഒരു വർഷം ആവുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ വളരെ ലിമിറ്റഡാ. പിന്നെ നീ നല്ല അതിനുള്ള വരുന്ന കാര്യം തന്നെ പറഞ്ഞത്. ബട്ട് നീ പറഞ്ഞ പെയിന്റിങ് അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡേവിഡെ, ആളെ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. നീ ഇത് നെക്സ്റ്റ് മന്തിൽ ആർട്ടിക്കിൾ ആയിട്ടല്ലേ പ്ലാൻ ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് വേണം. നിനക്ക് ഇയാൾ തന്നെ വേണോ? വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആയാലും പോരെ? ഒരുപാട് കഴിവുണ്ടായിട്ടും ഒന്നും ആവാൻ പറ്റാത്ത ആളാ. ഇത് തന്നെ മതി. ഓക്കെ, നമുക്ക് മാക്സിമം നോക്കാം. ഇവിടെയാന്നാ പറഞ്ഞേ, നമുക്ക് നോക്കി നോക്കാം. ഇഷ, ഹായ് സർ. ഇതാരാ വരച്ചതെന്നറിയോ? ആരാ വരച്ചതെന്ന് അറിയില്ല. കിഷോർ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുതന്നെ. അന്ന് നല്ല വിലയും കൊടുത്തിരുന്നു. ആളിപ്പോ എവിടെയുണ്ടെന്നറിയാമോ? ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഈ നാട്ടുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബീച്ചിലൊക്കെ പെയിന്റിങ് വിൽക്കുന്നുണ്ടായിരുന്നു. അയാളെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കാമോ? എൻ്റെ നമ്പർ തരാം. ഷുവർ മാം, നോക്കാം. എടാ, നീ ടെൻഷൻ അടിക്കണ്ട. ആളിവിടുത്തക്കാരനെന്നല്ലേ പറഞ്ഞേ. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാണ്ടിരിക്കില്ല. വാ, നമുക്ക് നോക്കാം. ഡേവിഡെ, ഇതൊന്ന് നോക്കിയേ. പോയി നോക്കാം. തിരകളിലും തീരമതിലും നിൻ പാത തേടുന്നു ഞാൻ. ആളോട് ചോദിച്ചു നോക്കാം. കനവുകളിൽ നിലവുകളിൽ ഞാൻ കണ്ടതോ തിരയുന്നിതാ. നിൻ വഴിയോരം അങ്ങകലെ, നിൻ വഴിയോരം അങ്ങകലെ. തിരകളിലും തീരമതിലും നിൻ പാത തേടുന്നു ഞാൻ. കനവുകളിൽ നിലവുകളിൽ ഞാൻ കണ്ടതോ തിരയുന്നിതാ. നിൻ വഴിയോരം അങ്ങകലെ, നിൻ വഴിയോരം അങ്ങകലെ. കിഷോറിന്റെ അഡ്രസ്സാ. നമുക്ക് നാളെ അവിടെ പോവാം. ഡോഡോ, അവിടെ ആരുമില്ല. ചേട്ടാ, ഈ കിഷോർ ഇവിടെയാണോ താമസിക്കണത്? കിഷോറോ? അയാളൊക്കെ മരിച്ചിട്ട് 7 മാസമായി. അയാൾ ഒരു അരവട്ടനോട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു പെയിന്റിങ് ഭ്രാന്തൻ. അല്ല, നിങ്ങളാരാ അയാളുടെ? ആളിപ്പോ എവിടെയുണ്ടെന്നറിയാമോ? കിഷോർ മരിച്ച ശേഷം അയാൾ ഇങ്ങോട്ട് വരാറൊന്നുമില്ല. വല്ല കടത്തിനേലും കാണും.
പിന്നെ ഈ ഭ്രാന്തനെയൊക്കെ അന്വേഷിച്ച് ആര് വരാനാ? നിങ്ങൾ ഇവിടെ കിടന്ന് ഇറങ്ങാൻ മതിയല്ലേ? ഓരോന്ന് കുറ്റിയും പറിച്ച് വന്നോളൂ. ഇഷ, മോളെ ഞാൻ മുമ്പെങ്ങോ കണ്ട പോലെ ഓർക്കുന്നു. അതാ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ എന്നേ മറന്നതാ. മോള് പറയുന്ന പോലെ ഇനി പടം വരയ്ക്കാനും അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തിക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ചേട്ടാ, ഇവളുടെ ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ആക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നതെല്ലാം ചേട്ടൻ തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ കുടുംബമാണ്, ജീവിതമാണ്. വീണ്ടെടുക്കാൻ പറ്റാത്തതാണ് അതെല്ലാം. അന്വേഷിച്ചു വരാൻ ആരെങ്കിലും ഉണ്ടായല്ലോ. ഇനിയുള്ള കാലം ആശ്വസിക്കാൻ അത് മതി എനിക്ക്. അല്ലേട്ടാ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. കലയെ സ്നേഹിച്ചതിൻ്റെ പേരിലെല്ലാം നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. ഇനി വയ്യ. ആള് പോണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ ആളെ നോക്കാം. ഇയാൾക്ക് എന്ത് ഉത്തര പ്രത്യേകത? ഒരുപാട് നന്നായി വരയ്ക്കുമായിരുന്നു അദ്ദേഹം. അറിയിച്ചിരുന്ന ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാതെ പോയി. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും താളം തെറ്റി തുടങ്ങുന്നത്. ഒരു വീട്ടിൽ അപരിചിതരെ പോലെ ഞങ്ങൾ രണ്ടുപേരും. മോൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അമ്മ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഈ നഗരത്തിലേക്ക് വന്നത്. അമ്മ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. അന്ന് സമൂഹം ചെയ്ത തെറ്റ് അമ്മ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരാളെങ്കിലും അംഗീകരിക്കാനുണ്ടെന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ മോൾക്കിപ്പോൾ അച്ഛനില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അമ്മയെ വെറുക്കരുത് എന്ന് യാചിക്കാൻ മാത്രമേ അമ്മയ്ക്ക് കഴിയൂ. മരണം വരെ അമ്മ മറച്ചു വെച്ച നിന്റെ അച്ഛൻ്റെ മുഖം ഇതോടൊപ്പമുണ്ട്. മോൾക്ക് അച്ഛനെ കാണണമെന്ന് തോന്നിയാൽ അച്ഛൻ ഈ ലോകത്ത് എവിടെയോ ഉണ്ട്.